താമരക്കുളത്ത് കടകളിൽ മോഷണം, പണവും സാധനങ്ങളും കവർന്നു. അങ്ങാടിക്കടയിലും പലചരക്ക് കടയിലും പെട്ടിക്കടയിലുമാണ് മോഷണം നടന്നത്. നൂറനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു ബോക്സ് എണ്ണ, ഒരു റോള് റോപ്പ്, പിന്നെ തേയില, ബ്രഷ്, ഇതൊക്കെ എന്റെ പോയി. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് മാർക്കറ്റിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ സുരേന്ദ്രൻ പിള്ളയുടെ പലചരക്ക് കട, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ചെല്ലപ്പൻ പിള്ളയുടെ അങ്ങാടിക്കട, ജനകീയ ഹോട്ടൽ, മാർക്കറ്റിനുള്ളിലുള്ള ലൈലയുടെ പെട്ടിക്കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ചില്ലിനകത്തായി സിഗരറ്റ് എല്ലാം ഇരുന്നത്. ഒരു പെട്ടിക്കകത്ത് ചില്ലറ ഒരു 10,000 രൂപയുടെ ചില്ലറ ഒരു 4,000 രൂപ അല്ലാതെ ഇരുന്നത്. ഇത് പണയത്തിന് അടയ്ക്കാനുള്ളതായിരുന്നു. അത് മൊത്തം ഒന്ന് കൊണ്ടുപോയി. ബോക്സും ഇത് പെട്ടി ഉൾപ്പെടെ കൊണ്ടുപോയി. ആ രസീത് എന്തായാലും ഇവിടുണ്ട്. അത് വേറെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ രസീത് കിട്ടി. 30-35,000 രൂപ പണയമായിരുന്നു. വല്ലവരുടെയാണ്. എന്ത് ചെയ്യാനാ? അങ്ങാടിക്കടയുടെയും പലചരക്ക് കടയുടെ ഷട്ടറിന് പുറത്തുമുള്ള ഭാഗമാണ് ഗ്രില്ല് ഇട്ടിട്ടുള്ളത്. ഗ്രില്ല് കട്ട് ചെയ്താണ് മോഷ്ടാവ് കടകൾക്കുള്ളിൽ കയറിയിട്ടുള്ളത്. അങ്ങാടിക്കടയുടെ ഗ്രില്ല് പൊട്ടിച്ചാണ് സമീപത്തെ പലചരക്ക് കടയിലും കയറിയത്. അങ്ങാടിക്കടയിലെയും പലചരക്ക് കടയിലെയും സാധനങ്ങളാണ് മോഷണം പോയത്. പെട്ടിക്കടയിൽ നിന്ന് സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും 3000-ഓളം രൂപയും മോഷ്ടിച്ചു. ജനകീയ ഹോട്ടലിന്റെ താഴ് പൊട്ടിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ നൂറനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.